ഒരു കാരണവശാലും അതിലൊരു സത്യമില്ല. ആ കാറ് ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ വീട്ടിൽ ആ കാറ് വന്നിട്ടുമില്ല, ആ കാറുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. എൻ്റെ കാറ് ഈ കാറ് മാത്രമേ എൻ്റെ അടുത്ത് ഇവിടെയുള്ളൂ. ഞാൻ രാവിലെ പോയാൽ വൈകുന്നേരത്ത് വരുന്ന ആളാണ്. ആ കാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിന് വന്നിട്ടേ ഇല്ല. ആ കുട്ടി വന്ന് ആ ഒരു ഭവന പദ്ധതിക്ക് തറക്കല്ലിടാൻ വന്നത്, അത് കഴിഞ്ഞിട്ട് എത്രയോ ദിവസം കഴിഞ്ഞു. ഇവിടെ ഈ കാറില്ലാതെ വേറെ ഒരു കാറും ഇല്ല. അത് രാഷ്ട്രീയ ആരോപണം. അതായത് ചന്ദ്രേട്ടൻ്റെ കാർ എന്തോ വർക്ക്ഷോപ്പിലായപ്പോൾ ഒരു ദിവസം ഞാൻ രാഹുലിൻ്റെ ആ കിയ കാറുണ്ടല്ലോ, അത് ആ കിയ കാർ ഞാൻ ഒരു ദിവസം ഉപയോഗിച്ചിരുന്നു. എൻ്റെ കാറ് കേടുവന്നു. ഞാൻ രാഹുലായിട്ട് ഇതിൻ്റെ കേസ് വരുന്ന രണ്ട് ദിവസം മുമ്പാണ് ഒന്ന് ബന്ധപ്പെടുന്നത്. പിന്നെ ഒരു ദിവസം ബന്ധപ്പെട്ട് എനിക്കിങ്ങനെ പെട്ടെന്ന് സുഖമില്ലാണ്ടായിട്ട് ആശുപത്രിയിൽ പോകാൻ വേണ്ടി. എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടുമില്ല, ബന്ധപ്പെട്ടിട്ടുമില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു പ്രയാസമില്ല. കാരണം ആ കാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ രാഹുലിന് പാലക്കാട് നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒളിവിൽ കഴിയാനും ഒക്കെ അതൊക്കെ വെറുതെ നിങ്ങൾ പറയുന്ന ആരോപണമാണ്. നിങ്ങൾ പറയുന്ന ഒരു ആരോപണമാണ് കോൺഗ്രസ് നേതാക്കൾ അവർ സംരക്ഷിക്കുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് വ്യക്തിബന്ധത്തിനൊന്നും ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അത് അവരുടെ രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെയാണ്. BJP ജില്ലാധ്യക്ഷനും ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി. അത് അവർക്കിപ്പോൾ BJP-ക്കാർക്ക് എന്തും ആരോപണം ഉന്നയിക്കാമല്ലോ. BJP-ക്കും CPM-നും ഏത് ആരോപണം ഉന്നയിക്കാം. ആ ആരോപണമായി സത്യമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ല. താങ്കളുടെ കാർ പിന്നെ ഈ വർക്ക്ഷോപ്പിലായിരുന്ന സമയത്ത് ഉപയോഗിച്ച് രാഹുലിന്റെ കിയാണ്, പോളോ കാർ അല്ല. അത് കിയ ആ 30 എന്ന് പറഞ്ഞൊരു കാറുണ്ടല്ലോ. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അടുത്ത് വേറെ കാറില്ലാത്തതുകൊണ്ട് ഒരു അത്യാവശ്യം വന്നതുകൊണ്ടും ആ കാർ ഉപയോഗിച്ചു എന്നുള്ളത് കവിഞ്ഞ് അത് ഒരു ദിവസം ഉപയോഗിച്ചത്. 2 ദിവസം ഒന്ന് ഉപയോഗിച്ചു. ഒരു ദിവസം ഞാൻ തൃശ്ശൂർ പോകാൻ വേണ്ടി ഉപയോഗിച്ചു. പിന്നെ കല്യാണത്തിന് പോകാൻ കാർ കേടുവന്ന ദിവസം ഡ്രൈവറില്ലാതെ ഉപയോഗിച്ചു എന്നല്ലാതെ. ഈ കാറിനെ ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുന്ന വിവരം ചന്ദ്രന്റെ പ്ലാനാണ്. ഞാൻ ഇന്നലെ എൻ്റെ അടുത്ത് പിന്നെ നിങ്ങളാരോ പറഞ്ഞു ഇങ്ങനെ കാറിനെ സംബന്ധിച്ചൊരു ഇതുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും ഒരു മനപ്രയാസം ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ആലോചനയില്ല. അത് ഏത് അന്വേഷണം വന്നാലും സഹകരിക്കുക. അന്വേഷണമായിട്ട് സഹകരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട്. ഞാൻ ഈ കേസെടുത്തു എന്നൊക്കെ ഞാൻ മണ്ണാർക്കാട് UDF-ൻ്റെ ഒരു മീറ്റിങ്ങിന് ഇരിക്കുമ്പോഴാണ് അറിയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇതൊക്കെ ഇതിനോട് സംഭവിച്ചു കഴിഞ്ഞു. ഈ രാഹുൽ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ഈ അന്വേഷണത്തോടെ ഇനിയെങ്കിലും രാഹുൽ സഹകരിക്കണമെന്നുള്ളത് ഈ രാഹുലിൻ്റെ കേസും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയമില്ല. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല ഇത്. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ നയവും 10 വർഷക്കാലത്തെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണവും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളല്ലാതെ ഇതൊന്നും ജനങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളൊരു വിശ്വാസം പോലും ഞങ്ങൾക്കില്ല. അതൊന്നും നമ്മുടെ കാര്യമല്ല. കോൺഗ്രസിന് പുറത്താക്കിയ ഒരാൾ എന്ത് ചെയ്യണമെന്ന് ആണ്. അത് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയല്ലേ. അത് സസ്പെൻഷനാണ്. എൻ്റെ അതിനുമായിട്ട് ബന്ധപ്പെട്ട ആ കാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ല. എൻ്റെ ഈ കാറല്ലാതെ ചുവന്ന പോളോ ആണ് എന്നൊക്കെ നിങ്ങൾ ഇടയ്ക്കാലത്ത് നിങ്ങളേതോ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ കവിഞ്ഞുള്ള ഒരു ബന്ധവും എനിക്കതില്ല. ഏത് അന്വേഷണം വന്നാലും ഒരു കുഴപ്പമില്ല. ആ പോളോ കാറുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞാനത് കണ്ടിട്ടുമില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് രാവിലെ ഇന്ന് ഇത്തിരി വൈകിയതാണ്. രാവിലെ ആ പോളോ കാറിലാണ് പോയത്? എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. എവിടെ കിടന്ന് ഞാൻ കണ്ടിട്ടില്ല. എവിടെ കിടന്നതായിട്ടും എനിക്കറിയില്ല. എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ ഇവിടെ കിടന്നത് നമുക്കറിയില്ല. എൻ്റെ വീട്ടിലേക്ക് ആ കാറ് വന്നിട്ടുമില്ല. എനിക്ക് ആ കാറുമായിട്ടൊരു ബന്ധവുമില്ല. അതൊക്കെ തെളിയിക്കാനും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. മുൻകൂർ ജാമ്യം നാളെ തള്ളുകയാണെങ്കിൽ രാഹുൽ ഉടൻ കീഴടങ്ങുമോ അതോ പിന്നീട് ഹൈക്കോടതിയിൽ? രാഹുലിനോട് തന്നെ ചോദിക്കണം. അത് രാഹുലിനോട് ചോദിക്കേണ്ട കാര്യം. അന്വേഷണമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കും. ഏത് അന്വേഷണം വന്നാലും എനിക്ക് സഹകരിക്കുന്നതിന് എന്താ നഷ്ടം?